നമസ്കാരം. കഴിഞ്ഞ ദിവസം മുനമ്പം വഖഫ് ഭൂമിയാണോ അല്ലയോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലീഗിനകത്ത് പൊരിഞ്ഞ അടി നടക്കുന്നു എന്നുള്ള വിവരം നമ്മൾ ചർച്ച ചെയ്തിരുന്ന വിഷയമാണ്. സത്യത്തിൽ ആ ചർച്ച ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടുപോകുന്നു. കഴിഞ്ഞ ദിവസം അവരുടെ ഒരു നേതൃയോഗം കൂടി. ആ നേതൃയോഗത്തിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഈ വഖഫുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതായത് വഖഫുമായി ബന്ധപ്പെട്ടിട്ട് മുനമ്പത്തെ ആ വസ്തുവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോഴും ലീഗിനകത്ത് തന്നെ രണ്ട് അഭിപ്രായമാണ് ഉള്ളത്. സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും അടങ്ങുന്ന ഒരു വിഭാഗവും ഈ പറയുന്ന ഇ.ടി. മുഹമ്മദ് ബഷീറും കെ.എം. ഷാജിയും അടങ്ങുന്ന മറ്റൊരു വിഭാഗവും ഇങ്ങനെ ചേരിതിരിഞ്ഞ് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടിയും കെ.എം. ഷാജിയും തമ്മിൽ പൊരിഞ്ഞ അടിയായിരുന്നു എന്ന് വേണം പറയാൻ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആദിലെന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ സ്റ്റാഫ് തന്നെയാണ് ഓരോ യോഗങ്ങളിലും നടക്കുന്ന വിവരങ്ങൾ പുറത്തേക്ക് എത്തിക്കുന്നത് എന്ന് ഒരു കടുത്ത ആരോപണം കെ.എം. ഷാജി ഉന്നയിച്ചിരുന്നു. ഇതേ തുടർന്ന് ഷാജിയും കുഞ്ഞാലിക്കുട്ടിയും തമ്മിൽ അതിശക്തമായ വാക്പോര് തന്നെയാണ് ആ യോഗത്തിൽ നടന്നത് എന്ന് നമുക്ക് കാണേണ്ടി വരും. ഇവിടെ കെ.എം. ഷാജി പറയുന്നത് ഇവിടെ ഇത് വഖഫ് ഭൂമിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിനോടൊപ്പം കുറേയധികം ആളുകൾ ഇദ്ദേഹത്തിനോടൊപ്പം ചേർന്നു. കുഞ്ഞാലിക്കുട്ടിയോടൊപ്പം എൻ ഷംസുദ്ദീനും അബ്ദുറഹിമാൻ രണ്ടത്താണിയും പാറക്കൽ അബ്ദുള്ളയും മുഹമ്മദ് ഷായും എല്ലാം കൂടെ ചേർന്നു. കെ.എം. ഷാജിക്കൊപ്പം പി.വി. അബ്ദുൽ വഹാബും പിന്നെ അതോടൊപ്പം ഇ.ടി. മുഹമ്മദ് ബഷീറും അടക്കമുള്ളവർ മുതിർന്ന നേതാക്കൾ ചേരുകയും ചെയ്തു. അതായത് ഈ പറയുന്ന എന്തുകൊണ്ട് ഇവരെല്ലാം കൂടി ഇദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നു? ഇവിടെ നമുക്കറിയാവുന്ന പോലെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതിനകത്തൊരു പ്രത്യേകമായ സ്റ്റാൻഡുകളൊന്നും എടുത്തിരുന്നില്ല. വഖഫ് ഭൂമി ആണെങ്കിലാണ് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഈ പി ജയരാജൻ ഇതിനെതിരെ ഒരു വിമർശനവുമായി വന്നിരിക്കുന്നു. പി ജയരാജൻ പറഞ്ഞിരിക്കുന്നത് മുസ്ലിം ലീഗ് ഈ പറയുന്ന പടച്ചോന്റെ സ്വത്തുക്കളെല്ലാം ചുളു വിലയ്ക്ക് വിറ്റുതുലച്ചു എന്നാണ് പറയുന്നത് അദ്ദേഹം. ഇവർ പറയുന്നത് പടച്ചോന്റെ ഭൂമിയാണ് വഖഫ് എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം വിറ്റുതുലയ്ക്കുകയായിരുന്നു. അവിടെ ജില്ലാ കമ്മിറ്റി വിറ്റുതുലച്ചു. അപ്പൊ എന്നിട്ട് ഇത് ഇങ്ങനെ വിറ്റുതുലയ്ക്കൽ നടക്കുന്നു എന്ന് അറിഞ്ഞതുകൊണ്ടാണ് അന്ന് വി.എസ്. അച്യുതാനന്ദൻ ഇരിക്കുന്ന കാലഘട്ടത്തിൽ വഖഫ് ഭൂമിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു കമ്മീഷൻ ഇവിടെ കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരു കമ്മീഷൻ ഇവിടെ വന്ന് അന്വേഷിച്ചിട്ടാണ് ഇതിൻ്റെ ചില വസ്തുതകൾ പുറത്തേക്ക് വരുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം പലതും വഖഫ് ഭൂമി തന്നെയാണ് ഇതുവരെ. എന്നാൽ ഇത് പറയപ്പെടുന്നത് ഇക്കാര്യത്തിൽ ഒരു സമവായം ഉണ്ടാക്കിയെടുക്കേണ്ടത് ആവശ്യമാണ്. കുഞ്ഞാലിക്കുട്ടി ഭയക്കുന്ന വേറൊന്നുമല്ല. ഇപ്പോഴത്തെ ഒരു പൊതു രാഷ്ട്രീയ സ്ഥിതിയിൽ RSSും BJPയും കൂടി ചേർന്നുകൊണ്ട് ക്രിസ്തീയ സമുദായത്തെ മുഴുവനായി തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മുസ്ലിം ലീഗിനെ ഒരു പ്രതിസ്ഥാനത്ത് കൊണ്ടുവരുന്നതിനും CPMനെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരുന്നതിനും വേണ്ടി ശക്തമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ ആളിക്കത്തിച്ചൊരു വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ വഖഫ് ഭൂമിയാണ് എന്നുള്ള ഒരു നിലപാട് മുസ്ലിം ലീഗ് ഈ അവസരത്തിൽ സ്വീകരിച്ചാൽ ഇത് UDFനെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് VD സതീശൻ ഇതിനു മുൻപ് തന്നെ പറഞ്ഞത് വഖഫ് ഭൂമി അല്ല മുനമ്പത്തേത് എന്നുള്ള കാര്യം തീർത്ത് പറഞ്ഞത്. ഇവിടെ വർഗീയമായി മുതലെടുപ്പിനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. എന്നാൽ മുഖ്യമന്ത്രി പറഞ്ഞു ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു നീക്കമുണ്ടാകും. ആരുടെയൊക്കെയാണോ ഭൂമി അത് കൃത്യമായി അവർക്ക് ലഭിക്കും. അവിടെ താമസക്കാരായിരിക്കുന്നവർക്ക് എങ്ങും പോകേണ്ടി വരില്ല എന്നൊരു ഉറപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഈ ഒരു സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ അപ്പോൾ തീർച്ചയായും ഈ വിഷയത്തിൽ കൃത്യമായി അതൊരു വഖഫ് ഭൂമിയാണ് എന്ന നിലപാടിലേക്ക് ലീഗ് പോയാൽ അതിനെ പ്രശ്നമുണ്ടാവും. അത് UDFനെ തന്നെ പ്രതികൂലമായി ബാധിക്കും. കാര്യം UDFന്റെ ചെയർമാനായ നമ്മുടെ VD സതീശൻ കൃത്യമായി പറഞ്ഞിരുന്നു ഇത് വഖഫ് ഭൂമിയല്ല. അപ്പം UDFന്റെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ ലീഗിന് ഒപ്പം നിന്നേ മതിയാകൂ. VD സതീശൻ പറയുന്ന ആ നിലപാടിനോട് യോജിച്ചേ മതിയാകൂ. കാര്യം എന്താണ്? അവിടെ നാം പ്രതിരോധിക്കേണ്ടത് ഇതിനു വേണ്ടി മുനമ്പത്തെ ക്രിസ്ത്യാനികളെ കയ്യിലെടുക്കാൻ ശ്രമിക്കുന്ന BJPയെയും RSSനെയും ശക്തമായി പ്രതിരോധിച്ചേ പറ്റൂ. അതിനോടൊപ്പം ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് CPM അല്ലെങ്കിൽ സർക്കാർ സ്വീകരിക്കുന്നില്ല എന്ന് വരുത്തി തീർത്തുകൊണ്ട് അവിടെ CPMനെതിരായി ഒരു രാഷ്ട്രീയ നീക്കം നടത്തുകയും വേണം. അപ്പൊ ഇങ്ങനെ രണ്ട് ലക്ഷ്യങ്ങളാണ് UDFന്റെ മുന്നിൽ ഇപ്പോൾ ഉള്ളത്. നിലവിൽ അത് വഖഫ് ഭൂമിയാണ് എന്ന് മുസ്ലിം ലീഗ് അഭിപ്രായപ്പെട്ടാൽ ഇത് പ്രതികൂലമായി തന്നെയായിരിക്കും ബാധിക്കുക. കാര്യം ഇവർക്ക് രണ്ടുപേർക്ക് ഗുണം ചെയ്യും.
അതായത് ഇപ്പം അവിടെ നിന്ന് ആൾക്കാർ ഇറങ്ങണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കൊപ്പം നിൽക്കുന്ന BJPക്ക് അത് ഗുണം ചെയ്യും. വഖഫ് ഭൂമിയല്ല എന്ന് CPM തന്നെ അല്ലെങ്കിൽ സർക്കാർ അങ്ങനെ ഒരു തീരുമാനമെടുത്തുകൊണ്ട് അവർക്കവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശം വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ CPM അല്ലെങ്കിൽ സർക്കാർ അവിടെ വിജയിക്കും. ഇതുവരെ വാദിച്ചുകൊണ്ടിരുന്ന ലീഗ് അവിടെ പരാജയപ്പെടും. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയം കൂടി ഇതിനകത്ത് കലർന്നു വരുന്നുണ്ട്. അതിനെയാണ് പി ജയരാജൻ പറയുന്നത്, ഇതിനെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമായി തന്നെയാണ് ഈ ലീഗായിരുന്നാലും BJP ആണെങ്കിലും RSS ആയിരുന്നാലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് KM ഷാജി പറഞ്ഞ ഇക്കാര്യത്തിൽ ഒരു സമവായം ഉണ്ടാകണം, ചർച്ച നടത്തിക്കൊണ്ട് ഒരു സമവായം ഉണ്ടാകണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ലീഗ് നേതൃത്വത്തിനെതിരായി ശക്തമായ ഭാഷയിൽ ആഞ്ഞടിച്ചുകൊണ്ട് KM ഷാജി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതൊക്കെ ഇത്തരം വരുന്ന വേദികളിൽ മാത്രമേ ഞങ്ങൾക്ക് പറയാൻ കഴിയൂ. ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി വിളിക്കാറില്ല, ഒരു പൊതുയോഗങ്ങളും കൂടാറില്ല. അപ്പോൾ ഇങ്ങനെ ഒരു അപ്പോഴും സാദിഖലി തങ്ങൾ പറയുന്നത് അത് വഖഫ് ഭൂമി അല്ല എന്ന് പറയുന്നില്ല, ആണ് എന്നുള്ള നിലപാടിൽ തന്നെയാണ് സാദിഖലി ശിഹാബ് തങ്ങൾ നിൽക്കുന്നത്. ചിലപ്പോൾ അദ്ദേഹം ആണെന്നും ചിലപ്പോൾ അദ്ദേഹം അല്ല എന്ന് മാറ്റി പറയുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോഴും ലീഗിനുള്ളിൽ ആശയക്കുഴപ്പം തന്നെയാണുള്ളത്. KM ഷാജി അനുകൂലിക്കുന്നവരും കുഞ്ഞാലിക്കുട്ടിയെ അനുകൂലിക്കുന്നവരും എന്ന് പറയുന്ന ഒരു രണ്ട് വിരുദ്ധ ചേരികളായി ഇപ്പോൾ മുസ്ലിം ലീഗ് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇനിയിപ്പോൾ ഈ പറയുന്ന ക്രിസ്ത്യാനികളുടെ ഒരു വലിയ വിഭാഗം വോട്ട് കൂടി UDF നിന്ന് നഷ്ടപ്പെടും. കാര്യം തൃശ്ശൂരിൽ നടന്നത് നമുക്കറിയാം. വലിയൊരു വിഭാഗം ക്രിസ്ത്യൻ വോട്ടുകൾ BJPയിലേക്ക് ചേക്കേറിപ്പോയിരുന്നു. അതൊരു പക്ഷേ കോൺഗ്രസിലേക്ക് വരേണ്ട വോട്ടുകളായിരുന്നു. അവിടെ ഒരു വലിയ മാറ്റം സംഭവിച്ചു. അപ്പോൾ പൊതുവിൽ ഒരു ക്രിസ്തീയ പ്രീണനത്തിന് വേണ്ടി RSSും BJPയും ശ്രമിക്കുമ്പോൾ അതിന് കുടപിടിച്ചു കൊടുക്കുന്ന നടപടിയാകും ഇനി കുഞ്ഞാലിക്കുട്ടി ചെയ്യുക എന്നുള്ള വിവരമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് കേൾക്കേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആരോപണം ഉണ്ടായി വന്നാൽ തീർച്ചയായും അത് UDFനെ പ്രതികൂലമായി ബാധിക്കും. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെ എല്ലാം അത് ദോഷകരമായി തന്നെയായിരിക്കും ബാധിക്കുക. അങ്ങനെ അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, ഇങ്ങനെ ഒരു പ്രശ്നം ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ലീഗിനുള്ളിൽ തന്നെ ഒരു വലിയ തോതിലുള്ള അടി ഉയർന്നു വരാനുള്ള സാധ്യതയുമുണ്ട്.